ഈ പ്രാണമയ കോശത്തിന് ഈ 5 കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചപ്രാണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചപ്രാണങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിനെ അതുപോലെ പ്രവർത്തിപ്പിക്കുന്ന വേറൊരു ശക്തി വേണം. അതെന്താണ്? അതാണ് അടുത്ത അന്വേഷണം. അപ്പോൾ പ്രാണമയ കോശത്തിനേക്കാളും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഒരു തലമുണ്ട് എന്നപ്പോൾ വ്യക്തമായി. അതെന്താണ്? അതാണ് അടുത്ത അന്വേഷണം. പ്രാണശക്തിക്കകത്ത് മനസ്സുണ്ട്. ആ മനസ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത ഇത് പറയുന്നത്. മനോമയ കോശത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ പറയണു. പ്രാണമയ കോശത്തിനകത്ത് ഈ പഞ്ചപ്രാണങ്ങളെയും അതുപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയുടെ സങ്കല്പം അനുസരിച്ചിട്ടാണോ പ്രാണശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സങ്കല്പ ശക്തിയുടെ പേരാണ് മനസ്സ്. ഇതുവരെ മനസ്സ് എന്താണ് എന്ന ചോദ്യത്തിന് ലോകത്തിലെ ഒരു മനഃശാസ്ത്രജ്ഞനും മറുപടി പറഞ്ഞിട്ടില്ല. കുറേ നിരീക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, പ്രാണശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സങ്കല്പ ശക്തിയുണ്ട്. അപ്പോൾ പ്രാണശക്തിയെ നിലനിർത്തുന്ന പ്രവർത്തിപ്പിക്കുന്ന സങ്കല്പ ശക്തിയാണ് മനസ്സ്. അടുത്തത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാം. പ്രാണശക്തി പ്രവർത്തിക്കുമ്പോഴേ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ. അന്നമയ കോശം പ്രാണശക്തിയെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സാണെങ്കിൽ പ്രാണശക്തിയിലൂടെ ദേഹത്തിനെ നിലനിർത്തുന്നത് എന്താണ്? മനസ്സാണ്. മനസ്സങ്കല്പമാണ് ദേഹം. മനസ്സിലാണ് ദേഹം രൂപപ്പെടുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെ എന്താ വിചാരിച്ചത്? എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, ഇതെൻ്റെ ബ്രെയിനിലാണ് എന്നൊക്കെ പറയുന്നു. ഒക്കെ തല തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാണ് ദേഹം രൂപപ്പെടുന്നത്. കാരണം എന്താണ്? ഇനി തന്നെ നമുക്ക് ഒന്നും കൂടി ഉള്ളിലേക്ക് പോവാം. എല്ലാ അനുഭവങ്ങളും മനസ്സാണ് എന്ന് നമ്മൾ പറഞ്ഞു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, ഈ 3 അനുഭവങ്ങളും മനസ്സിൻ്റെ സൃഷ്ടിയാണ്. മനസ്സില്ലെങ്കിൽ ജാഗ്രതയില്ല, സ്വപ്നവുമില്ല, സുഷുപ്തിയില്ല. സുഷുപ്തിയിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അന്നേരം അറിയുന്നില്ല. അന്നേരം ഒന്നും അറിഞ്ഞില്ല എന്നൊരനുഭവം അപ്പോഴും ഉണ്ട്. അതിന് നമ്മൾ അജ്ഞാനം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ അജ്ഞാനം അപ്പോഴുമുണ്ട്. ദേഹവുമായിട്ട് നമുക്ക് അന്നേരം ബന്ധം തോന്നുന്നില്ല. ജാഗ്രത അവസ്ഥയിൽ നമുക്കൊരു ദേഹമുണ്ട്, സ്ഥൂലദേഹം. സ്വപ്നാവസ്ഥയിൽ നമുക്കൊരു ദേഹമുണ്ട്, സൂക്ഷ്മദേഹം. സുഷുപ്തി അവസ്ഥയിൽ ഒരു ദേഹമുണ്ട്, കാരണശരീരം, കാരണദേഹം എന്ന് പറയാം. അതെ. അപ്പോൾ സുഷുപ്തിയിൽ നിന്ന് നമ്മൾ സ്വപ്നത്തിലേക്കോ ജാഗ്രതയിലേക്കോ ഉണരുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? കാരണദേഹത്തിൽ നിന്നും സൂക്ഷ്മദേഹത്തിലേക്കോ സ്ഥൂലദേഹത്തിലേക്കോ ഉണരുന്നു. ഈ ഉണരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ദേഹവുമായിട്ട് ബന്ധമുള്ള ആത്മാംശം, ജീവൻ എന്ന് പറയുന്നത് ഈ സൃഷ്ടിക്കപ്പെട്ട ദേഹങ്ങളുമായിട്ട് ഒന്നുകിൽ സ്ഥൂലദേഹവുമായിട്ട് താതാത്മ്യം ഉണ്ടാവും, നമ്മൾ ജാഗ്രത അവസ്ഥയിലാന്ന് പറയും. സൂക്ഷ്മദേഹവുമായിട്ട് താതാത്മ്യം ഉണ്ടാവും, അപ്പോൾ നമ്മൾ സ്വപ്നാവസ്ഥയിലാന്ന് പറയും. കാരണദേഹവുമായിട്ട് താതാത്മ്യം ഉണ്ടാവും, അപ്പോൾ നമ്മൾ സുഷുപ്തി അവസ്ഥയിലാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് 3 ശരീരവുമായിട്ട് താതാത്മ്യം മാറി വരുന്നതിനനുസരിച്ചാണ് ജീവിതം എന്ന ഈ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത്. 3 വിധത്തിലും ഇത് 3ഉം ചേരുമ്പോൾ നമ്മൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, 3 പേരുണ്ട്. നമുക്ക് 3 പേരുണ്ട്. വിശ്വൻ ഈ ജാഗ്രത അവസ്ഥയിലുള്ള ജീവഭാവം, തൈജസൻ സ്വപ്നാവസ്ഥയിലുള്ള ജീവഭാവം, സുഷുപ്തിയിലുള്ള പ്രാജ്ഞൻ. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നാ പറയാം. ഇത് 3ഉം ഒരേ ശക്തിയാണ്. ഈ 3 അവസ്ഥയും സൃഷ്ടിക്കുന്നത് മനസ്സാണ്, അനുഭവപ്പെടുത്തുന്നത്. അപ്പം മനസ്സിൻ്റെ രണ്ടാമത്തെ ഒരു നിർവചനം നമുക്ക് കിട്ടി. ആദ്യം പ്രാണശക്തിയുടെ സങ്കല്പം എന്ന് നമ്മൾ പറഞ്ഞു. പ്രാണശക്തിയെ സങ്കല്പമനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ആ സങ്കല്പശക്തിയാണ് മനസ്സ്. രണ്ടാമത്
അനുഭവങ്ങളെ അനുഭവിപ്പിക്കുന്ന ശക്തി, അല്ലെങ്കിൽ അനുഭവങ്ങളെ പ്രകടമാക്കുന്ന ശക്തി. ഇതാണ് മനസ്സ്. മനസ്സുണ്ടെങ്കിലേ അനുഭവങ്ങളുള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ ഒരു മനഃശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടില്ല, അത് ഉപനിഷത്തിലേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സ് എന്താണ് എന്നറിയണമെങ്കിൽ ഉപനിഷത്തുക്കൾ പഠിക്കണം. ഉപനിഷത്തിലെ മനസ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആത്മാവിൻ്റെ ശക്തിയാണ്. അതിനെ ഒന്നിച്ച് പറയുമ്പോൾ മായയെന്നും, വ്യക്തികളിലൂടെ പറയുമ്പോൾ മനസ്സെന്നും, അല്ലാത്ത ഭാഷ്യത്തിൽ അജ്ഞാനമെന്നും ഒക്കെ പറയും, പല പേരുണ്ട്. മായാശക്തിയെ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലൂടെയാണ്. മനസ്സില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. മനസ്സെന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ആത്മാവിലേക്ക് എത്തും. അപ്പോൾ ആത്മാവില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആത്മാവില്ല എന്ന് വാദിക്കുന്നവർക്ക് പോലും മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. അപ്പം മനസ്സിൻ്റെ സൃഷ്ടിയാണ് ശരീരം എങ്കിൽ ശരീരത്തിലൂടെയാണ് നമ്മൾ എല്ലാ അനുഭവങ്ങളെയും അറിയുന്നത്, എല്ലാ അവസ്ഥയിലും. അപ്പം എല്ലാ അവസ്ഥയും യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാ അവസ്ഥയും മനസ്സ് മാത്രമാണ്. മനസ്സിലാണ് ശരീരം എന്ന് പറയാൻ കാരണം മനസ്സിൻ്റെ സങ്കല്പമാണ് ഈ ശരീരം. ഈ ശരീരം എത്ര കാലം നിലനിൽക്കണമെന്ന് മനസ്സ് ചിന്തിക്കുന്നു, അത്ര കാലം നിൽക്കും. അപ്പോൾ എന്താണ്, ഓരോരുത്തരുടെ മനസ്സ് വ്യത്യാസമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ഓരോരുത്തരുടെ മനസ്സും വ്യത്യാസം എന്നില്ല, ആകെക്കൂടി മനസ്സൊന്നുമില്ല. ജാഗ്രത അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഭിന്ന ഭിന്നമായ ലോകങ്ങളിലുള്ളൂ. സ്വപ്ന അവസ്ഥയിൽ എല്ലാം ഒരു ലോകത്തിലാണ്. എല്ലാവരുടെയും സ്വപ്നാവസ്ഥ തുല്യമാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ശരീരം, ആ ശരീരവുമായിട്ട് ചേർന്നിരിക്കുന്ന ആത്മാവ് ജീവഭാവത്തിലിരുന്ന് എന്ന് പറഞ്ഞാൽ അയാളുടെ അഹങ്കാരവുമായിട്ട് ചേർന്ന് ഓരോന്ന് സങ്കല്പിക്കുന്നു. ഞാൻ ദേഹമാണ് എന്ന ബോധത്തിന് എനിക്ക് എൻ്റേതായ ലോകം ഉണ്ടാവുന്നുള്ളൂ, സങ്കല്പശക്തി. അപ്പോൾ നമ്മൾ എന്ത് പറയും? എൻ്റെ മനസ്സ് പറയും. അങ്ങനെയില്ല. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ വ്യഷ്ടി മനസ്സ് എന്ന് പറയും. ഇൻഡിവിജ്വലായിട്ട് ഉള്ള ചിന്തകളും ഇൻഡിവിജ്വലായിട്ട് അനുഭവപ്പെടുന്നത്, അത് അയാളുടെ ഇൻഡിവിജ്വൽ ലോകമാണ്. അത് സമഷ്ടി മനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ സമഷ്ടി മനസ്സിൻ്റെ ഒരു ഭാഗം വ്യഷ്ടി മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഒന്നിച്ചൊരു തീരുമാനം, സങ്കല്പശക്തി, അത് അതിൻ്റെ ഭാഗം തന്നെയായ ദേഹവും അതുമായിട്ട് ബന്ധപ്പെട്ട ലോകങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കും. അതാണ് സമഷ്ടി മനസ്സും വ്യഷ്ടി മനസ്സും കൂടി ബന്ധപ്പെടുന്നത്. ജ്യോതിഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ആലോചിച്ചാൽ ഇങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് മഴ പെയ്തു, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണം, ഒന്നിച്ച് മഴ പെയ്തു, ഒരു ഏരിയ കംപ്ലീറ്റ് മഴയാണെന്ന് വിചാരിക്കാം. കുറേ ആൾക്കാരുണ്ട്, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒരാൾക്ക് കുട നിവർത്തിയിട്ട് പോവാം, ഒരാൾക്ക് മഴ നനഞ്ഞിട്ട് പോവാം, ഒരാൾക്ക് ഏതെങ്കിലും കടത്തിണ്ണയിൽ കയറിയിരിക്കാം, ഒരാൾക്ക് വീട്ടിൽ വാതിലടച്ച് കിടന്നുറങ്ങാം, ഒരാൾ റെയിൻകോട്ട് ഇട്ടിട്ട് പോവാം, എന്തും ചെയ്യാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവരെല്ലാവരും മഴയത്താണ്. അപ്പോൾ ആ വ്യക്തിക്ക് പറയാം ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാം. പക്ഷേ സമഷ്ടിയിൽ എന്താ സംഭവിക്കുന്നത്? മഴയാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുണ്ടായി, സൃഷ്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ശരീരങ്ങളുണ്ടായി, ശരീരത്തിനോട് ചേർന്ന ആത്മാവ് ഓരോന്നായിട്ട് ചിന്തിച്ചു. അതിനെന്താ കാരണം? നമ്മൾ പ്രാരബ്ധം, കർമ്മവാസനകൾ എന്നൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞു എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. ഇത് നമ്മൾ ഈ ഉപനിഷത്ത് ക്ലാസ് തുടങ്ങിയ സമയത്തായിരുന്നു തോന്നുന്നു സമഷ്ടി മനസ്സും സമഷ്ടി വ്യഷ്ടിയെക്കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു, ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് മുന്നോട്ട് പറയാനുള്ളതാണ്. ഇതാണ്, ഒരു കടൽ നമ്മൾ കാണുകയാണെങ്കിൽ കടലിനെ ഒന്നിച്ച് കാണുമ്പോൾ അത് സമഷ്ടിയും ഓരോ തിരയും വ്യഷ്ടിയുമാണ്, അതിൻ്റെ ഭാഗമാണ്. സമഷ്ടി ഉണ്ടെങ്കിലേ വ്യഷ്ടിയുള്ളൂ. ഈ വാക്ക് നമ്മൾ ഓർമ്മിക്കണം. വ്യഷ്ടിയില്ലെങ്കിലും സമഷ്ടിയുണ്ട്. ഇതാണ്. അപ്പം ദേഹം എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കാനുള്ളത്, ദേഹം എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിലാണ്. ഓരോ തലവും സൂക്ഷ്മം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക സ്ഥൂലം എന്താണ്, സൂക്ഷ്മം എന്താണ് ചോദിക്കുക. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സ്ഥൂലത്തിനേക്കാളും കുറച്ചും കൂടി വ്യാപിക്കാൻ സാധിക്കുന്ന സൂക്ഷ്മം. ഐസ് വെക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും സ്ഥൂലാവസ്ഥയിൽ. അത് ഉരുകാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി സൂക്ഷ്മമായി തുടങ്ങുമ്പോൾ കുറച്ചുകൂടി സ്ഥലത്തിലേക്ക് വ്യാപിക്കും. അത് അതിനേക്കാൾ സൂക്ഷ്മമായിട്ട് നീരാവിയായിട്ട് മാറുകയാണെങ്കിലോ കുറേം കൂടി വ്യാപിക്കും. എന്ന് പറഞ്ഞതുപോലെ സൂക്ഷ്മമാവുന്നതിനനുസരിച്ച് വ്യാപനം കൂടി വരും.
ഏറ്റവും സൂക്ഷ്മമായത് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയും. ബ്രഹ്മം സർവവ്യാപിയാണ്. നമ്മളുടെ എല്ലാ അനുഭവവും, ഇനി അങ്ങനെ നമ്മൾ തിരിച്ചു വരാം, മനോമയ കോശത്തിലേക്ക് തിരിച്ചു വരാം. വളരെ നന്നായിട്ട് ചിന്തിക്കേണ്ട ഭാഗങ്ങളാണെന്ന്. ഓടിപ്പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതെന്ന്. ഇതൊരിക്കൽ നമുക്ക് ഈ ഒരു സംഭവം, പഞ്ചകോശവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുഖമാണ്. ജീവിതത്തിനെ കുറിച്ച് നമുക്ക് ഭയം തോന്നുകയേ ഇല്ല. അതാണ് ഇനി അടുത്തിനി മന്ത്രം തന്നെ അതാണ്. ന ബിഭേദി കഥാജനേതി പറഞ്ഞാൽ അവന് ഒരിക്കലും ഭയം തോന്നില്ല എന്ന് പറയണം. ആത്മജ്ഞാനികളെ കണ്ടിട്ടില്ല, അവർക്ക് ഭയമില്ല, അവർ അഭയം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം ഇതാണ്, എൻ്റെ സകല അനുഭവങ്ങളും ഞാൻ സങ്കല്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സങ്കല്പമാണ്. ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് എന്ന് നമ്മൾ അജ്ഞാനത്തിൻ്റെ തലത്തിലാണ് പറയുക. ശരിക്കും എന്താ പറയേണ്ടത്? മനസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായി ഈ ശരീരവും ഇതുമായിട്ട് ചേർന്ന് ഞാൻ സങ്കല്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായി. നമ്മളിനി വിചാരിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ നമ്മളുടെ മനസ്സിനെ മാറ്റി ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ആക്കിയാലോ ആ അനുഭവം നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ഭയമുള്ളൊരവസ്ഥയുണ്ടായി, സ്റ്റേജിൽ കയറി സംസാരിക്കുക. ഞാൻ പൊതുവെ എല്ലാവരോടും പറയുന്നതാണ്, ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അവർ സ്റ്റേജിൽ കയറി സംസാരിക്കണം. അപ്പോഴേ ഭയം മാറുള്ളൂ. നമ്മൾ ഏതൊരു സാഹചര്യത്തിന് ഭയപ്പെടുന്നുണ്ടോ ആ സാഹചര്യത്തിന് ഫേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയം മാറും. അപ്പം നമ്മൾ ഒരു കാര്യം, ഭയപ്പെടുന്ന ഒരു കാര്യത്തിനെ നമ്മൾ പരിചിതമായി കഴിഞ്ഞാൽ, ഫെമിലിയർ ആയിട്ട് കഴിഞ്ഞാൽ നമുക്കതിനോടുള്ള ഭയം ഇല്ലാണ്ടാവും. ഇപ്പോൾ വാവാ സുരേഷിനെ കാണുമ്പോൾ പാമ്പ് എന്ന് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമല്ല, പുള്ളിക്ക് അത് വളരെ ഫെമിലിയറാണ്, അതിഥിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്ന കാരണം എന്താ? നമ്മളതുമായിട്ട് എപ്പോഴും അകന്നിട്ടാണ് നിൽക്കുന്നത്. ഫെമിലിയർ ആവുക. അതുകൊണ്ടാണ് ഈ ലോകാനുഭവങ്ങളൊക്കെ എൻ്റെ സങ്കല്പം തന്നെയാണ്, അല്ലെങ്കിൽ പ്രാരബ്ധവശാൽ ഞാൻ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമായിട്ട് ബോധിച്ച ഒരാൾക്ക് ലോകാനുഭവങ്ങളിൽ നിന്ന് ഭയം അനുഭവപ്പെടില്ല. ഈ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മുടെ സകല ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും ഭയത്തുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ആശങ്കകൾ, ടെൻഷൻ, ഡിപ്രഷൻ, പിന്നെ എന്തൊക്കെയോ എല്ലാം, ഇതൊക്കെ ഈ ഭയത്തുനിന്നുണ്ടാവുന്നതാണ്. ഒന്നിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയം, ഓർമ്മകളിൽ നിന്നുള്ള ഭയം, വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ചുള്ള ഭയം. ഇത് രണ്ടും ഉണ്ടാവുന്നത് ഈ സത്യം അറിയാത്തതുകൊണ്ട്. മനസ്സിനകത്താണ് ഇതെല്ലാം നടക്കുന്നത്. അത് കാരണം മനസ്സ് മാറിക്കഴിഞ്ഞാൽ, മനസ്സിനെ മാറ്റുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളും മാറി വരും. നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പരിതസ്ഥിതി മാറ്റാൻ നടക്കും. പരിതസ്ഥിതി അല്ല മാറ്റേണ്ടത്, അവനവൻ്റെ ഉള്ളിൽ നിന്നാണ് മാറേണ്ടത്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധമുണ്ടായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ വിചാരിച്ചാൽ യുദ്ധക്കളമെല്ലാം മാറ്റിയെടുക്കാം, വളരെ എളുപ്പമാണ്. ഭഗവാന്റെ ഒരു സങ്കല്പം മതി. ഭഗവാൻ ചെയ്തില്ല, ഭഗവാൻ അർജുനനെ മാറ്റി. അർജുനൻ എങ്ങനെയാണോ യുദ്ധക്കളത്തിനെ കണ്ടത് ആ കാഴ്ചപ്പാടിനെ മാറ്റി എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ഉള്ളിൽ നിന്നൊരു മാറ്റം സംഭവിച്ചു. ഇതാണ് അർജുനൻ ഭഗവത്ഗീതയിൽ അവസാനം പറയുന്നത്. നമ്മൾ ഈ ഐഡൻറ്റിറ്റി അങ്ങനെ ഒരു പ്രോസസ്സുണ്ട് ജീവിതത്തിൽ. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ ചെയ്യുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്താ പറയുക, ഭയം, ആങ്സൈറ്റി ഒക്കെ വരുന്ന എപ്പോഴും നമ്മൾ പുറത്തുള്ള ഔട്ട്കം ആലോചിച്ചിട്ടാണ്, റിസൾട്ടുകൾ ആലോചിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും ടെൻഷൻ വരിക. അർജുനൻ അത് തന്നെയാണ് സംഭവിച്ചത്. അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് മാറുമ്പം പുറത്തുള്ളത് മാറും. അപ്പോൾ നമ്മൾ ഈ പഠനം മുഴുവൻ ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്, ഇന്നൊക്കെ ഉപനിഷത്ത് പഠനങ്ങളുടെ മർമ്മ ഭാഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ്. നമ്മളിപ്പം ഇതുവരെ കണ്ട ജീവിതമായിരിക്കരുത് ഇനി മുന്നോട്ട് കാണുമ്പോൾ. ഇത് കാരണം എപ്പോഴും പലരും പറയും വിധിയല്ല, അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും വിധിക്ക് കീഴ്പ്പെട്ടിട്ട് ജീവിക്കും. വിധിക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു ശാസ്ത്രം പോലും വിധിക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. വിധിയെ മറികടക്കാനാണ് പറഞ്ഞത്. അങ്ങനെ സങ്കല്പം, മനസ്സിൻ്റെ സങ്കല്പം ഉണ്ടെങ്കിൽ ആ സങ്കല്പങ്ങൾക്ക് മനസ്സിന് അതീതമായിട്ട് മാറും, മായാതീതനായിട്ട് മാറും. അജ്ഞാനം നശിപ്പിക്കൂ, അങ്ങനെയൊക്കെ പറയാം. അജ്ഞാനം നശിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിനപ്പുറം പോകാനേ പറയുന്നത്. സങ്കല്പങ്ങളില്ലാത്ത ഭാഗത്ത്, ഇപ്പോൾ യോഗവാസിഷ്ടം പഠിക്കുന്നവർക്കറിയാം, സങ്കല്പങ്ങളാണ് ജീവിതമായിട്ട് മാറുന്നത്. അപ്പോൾ എന്ത് വേണം? സങ്കല്പങ്ങളില്ലാത്ത തലത്തിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ
മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. ഇതാണ് സംഭവിക്കേണ്ടത്. അപ്പം മനോമയ കോശം എന്നുള്ളത് ഒരുപാട് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇനി മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനുഭവങ്ങളൊക്കെ മനസ്സാണ് നമ്മൾ കണ്ടു. എന്താണ് അനുഭവം? അനുഭവത്തിൻ്റെ 3 ഘടകങ്ങളാണ് ഉള്ളത്. വിഷയങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, അനുഭവം അനുഭവിക്കുന്ന ഞാൻ ഉണ്ട്. അനുഭവം എന്നൊരനുഭവം. ഞാനിപ്പോൾ ഈ പെന്ന് ഞാൻ കാണുന്നുണ്ടെങ്കിൽ പെന്ന് എന്ന വിഷയമുണ്ട്, പെന്നിനെ കാണുന്ന കണ്ണുണ്ട്, കാണുന്നു എന്ന അനുഭവമുണ്ട്, ഞാൻ കാണുന്നു, ഞാനുണ്ട്, ഞാൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, വിഷയം, ഇന്ദ്രിയം, അനുഭവം, ഇതെല്ലാം മനസ്സാണ്. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ അവസ്ഥയിലും ഇത് മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതം എന്താണ്? അതാണ് ഇനി അടുത്ത ചോദ്യം. ജീവിതം എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ഒരു ശൃംഖലയാണ്. ജനനം എന്നൊരനുഭവം, മരണം എന്നൊരനുഭവം. ജനനത്തിൽ നിന്ന് മരണം എന്ന അനുഭവം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ ഉള്ളത്? അനുഭവങ്ങളുടെ ഒരു ശൃംഖല, ഒരു മെഗാ സീരിയൽ. 3 അവസ്ഥയിൽ കൂടി നമ്മൾ ഇതാണ് നടക്കുന്നത്. ഈ എല്ലാ അനുഭവവും മനസ്സാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ജീവിതം പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ജീവിതം എന്ന അനുഭവം മനസ്സാണ്. മനസ്സ് പറഞ്ഞ എന്താണ്? സങ്കല്പങ്ങളാണ്. സങ്കല്പങ്ങളാണ് നമ്മുടെ അനുഭവങ്ങളായിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് യോഗവാസിഷ്ടം പറഞ്ഞു തരുന്നത്, വേദാന്തം പറഞ്ഞു തരുന്നത്, ഉപനിഷത്ത് പറഞ്ഞു തരുന്നത് എല്ലാം. ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ കയ്യിലിരിക്കും. ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടുകയില്ല. ചിലപ്പോൾ ലാഭങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാവും, വ്യക്തികൾ തമ്മിൽ വൈരാഗ്യമുണ്ടാവാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതി ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകും, ഒന്നുമില്ലാത്ത സ്ഥിതിയാവും. ചിലപ്പം വളരെ സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വരും. എന്തും സംഭവിക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചനാതീതമാണ്. പക്ഷെ നമ്മൾ ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് എൻ്റെ മനസ്സിൻ്റെ സങ്കല്പം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ആര് സങ്കല്പിച്ചു? ഞാൻ സങ്കല്പിച്ചു. ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോടും വിരോധം തോന്നില്ല, ഒരു പരിതസ്ഥിതിയോട് നമുക്ക് ഭയം തോന്നില്ല. ഇപ്പോൾ ചിലരെ കണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒറ്റയടിക്ക്, ഇന്ന് ഉച്ചയ്ക്കും കൂടി ഞാൻ ഒരാളായിട്ട് സംസാരിച്ചുള്ളൂ. പുള്ളി ഓൾമോസ്റ്റ് ഒരു സൂയിസൈഡ് ടെൻഡൻസിൻ്റെ ഇതിൽ നിൽക്കുന്ന ഒരാൾ, ഒരു LICൻ്റെ ഇതിൽ മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. നല്ല രീതിയിൽ ഭാര്യ ടീച്ചറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിനോട്ട് സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ട് ജീവിതം വേണ്ട എന്നുള്ളൊരു തലത്തിൽ നിൽക്കുന്ന ഒരാൾ. കുറേ നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, ആരാണ് അതിന് കാരണം, അതിനെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ഇങ്ങനെ ചെയ്യാനുള്ളതല്ല. ഓരോ അനുഭവവും വരുമ്പോൾ അനുഭവിക്കുന്നവൻ ആരാണ് അനുഭവത്തിന് സാക്ഷി? മനസ്സിന് സാക്ഷിയായിരിക്കുന്നവൻ ആര്? അല്ലേ? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. നമ്മൾ കാണണം. വസ്തുവിനെ കാണുന്നു, വസ്തുവിനെ കണ്ണ് കാണുന്നു, കണ്ണ് വസ്തുവിനെ കാണുന്നത് മനസ്സറിയുന്നു, മനസ്സും കണ്ണും വസ്തുവും കൂടി അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉള്ളിലിരുന്ന് ഞാൻ അറിയുന്ന ഞാൻ എപ്പോഴും വേറെയാണ്. ഭഗവത്ഗീതയിലും പറയും ഇതുപോലെ തന്നെ. ഹോമം ചെയ്യുന്നത് ഉദാഹരണമായിട്ടാണ് പറയാം. ഇന്ദ്രിയങ്ങൾക്ക് അവകാശപ്പെട്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് ഹോമിക്കും. അങ്ങനെ ഒരു പ്രോസസ്സ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ആത്മാന്വേഷണം എന്ന് പറഞ്ഞ ഉള്ളിലേക്കാണ് നടക്കേണ്ടത്. നമ്മൾ അന്നമയ കോശത്തു നിന്ന് തുടങ്ങി അതിനേക്കാൾ കുറച്ചും കൂടി അന്നമയ കോശത്തിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണമയ കോശത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രാണമയ കോശത്തിനെ മനസ്സിലാക്കി അത് കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പ്രാണമയ കോശമല്ല, മനഃശക്തി, മനസ്സ് എന്ന ശക്തി ഉണ്ടെങ്കിലേ പ്രാണമയ കോശം വർക്ക് ചെയ്യുന്നുള്ളൂ, ആക്ടിവേറ്റ് ആവുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം മനോമയ കോശം, ആ തലത്തിന് പറയുന്ന പേരാണ് മനോമയ കോശം എന്നുള്ളത്. വളരെ നന്നായി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. വളരെ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക. വേദാന്തം എന്ന് പറഞ്ഞാൽ ശ്രവണം, മനനം, നിധിധ്യാസനം അതാണ് പ്രോസസ്സ്. നന്നായിട്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് കേൾക്കുക, ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കുക, ഉള്ളിലേക്ക് എടുക്കണം കേട്ടോ.
എന്താണ് കേട്ടത് എന്നത് വീണ്ടും 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 ആലോചിക്കുക, മനനം ചെയ്യുക എന്ന് പറയും. അത് നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് അതിൽ നിന്നിങ്ങനെ കാര്യങ്ങൾ തെളിഞ്ഞു വരും. മനസ്സിലായി വേണ്ട വിധം ബോധിച്ച കാര്യങ്ങളെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പകർത്തണം. അതിന് നമുക്ക് അനുഭവങ്ങൾ രൂപപ്പെട്ടു വരും. ഓരോ കാര്യത്തിലും ഇന്ന് മുതൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചാൽ ഞാൻ കാണുന്നതൊക്കെ എൻ്റെ മനസ്സിനെയാണ്, എൻ്റെ മനസ്സിനെയാണ് ഞാൻ എൻ്റെ ലോകമായിട്ട് കാണുന്നത് എന്ന് വിചാരിച്ചാൽ തന്നെ നമ്മുടെ കുറേ പ്രശ്നമായിട്ട് തീർന്നു. ഇതിനെ നമ്മൾ നിധിധ്യാസം എന്ന് പറയും. മനസ്സിലായ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിന് അത് നമുക്ക് സ്വാഭാവികമായിട്ട് വരാൻ തുടങ്ങണം. അപ്പോൾ ജീവിതം ആനന്ദകരമായിട്ട് തുടങ്ങും. അനുഭവങ്ങളല്ല നമുക്ക് സുഖവും ദുഃഖവും നൽകുന്നത്. അനുഭവങ്ങളെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നിടത്താണ് സുഖ ദുഃഖങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അല്ലേ, കാക്ക പാറി വന്നു, പാറപ്പുറത്തിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഇതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ് എന്ന് പറഞ്ഞതുപോലെ അനുഭവങ്ങൾ വന്നു, ബോധത്തിൽ വന്നു, അനുഭവങ്ങൾ കടന്നുപോയി. ഞാൻ എപ്പോഴും ഉണ്ട്, ഞാൻ സ്റ്റഡിയാണ്, ആത്മാവ് എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആ തലത്തിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഈ ഓരോ കോശത്തിനെയും ഓരോ തലത്തിനെയും വേണ്ട വിധം വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്താ പറഞ്ഞാൽ, എന്നിലല്ല മനസ്സ്, മനസ്സിലാണ് ഞാൻ. ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്നാൽ അടുത്ത തലം കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ലക്ഷ്യം ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. പാഠം പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം, ബൈഹാർട്ട് പഠിക്കലും അല്ല ലക്ഷ്യം. ഞാൻ എന്നിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്, ഞാൻ എന്നിലേക്ക് എത്തുന്നുണ്ട്. എന്നിലേക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക്, ആത്മാവ് എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ ആനന്ദ അന്വേഷണത്തിലാണ്, അതിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? ഈ യാത്ര പുരോഗമിക്കണം. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതാണ് 3 സ്റ്റേജ്.